അയ്യോ അപ്പൊ ഞങ്ങളങ്ങനെ ഊട്ടി കൂടെ ഇങ്ങനെ തണുത്ത് പോവാണ്. തണുപ്പല്ലോ ഇത് വേറെന്തോ സംഭവമാണ്. ഡ്രസ് കൊടുത്തിട്ടില്ല. പിന്നെ ഊട്ടീനെ പറ്റി രണ്ട് തണുത്ത വർത്താനം പറഞ്ഞ. ഊട്ടി നല്ല തണുപ്പാണ്. തണുപ്പിന്റെ തണുപ്പാ. ഇവിടെ കൊറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഞങ്ങൾക്ക് കാര്യമായിട്ട് സംഭവം കിട്ടിയത് അക്ഷയ് സാറിന്റെ അപരനെ കണ്ടുപിടിച്ചതാണ്. കറക്റ്റ്, ഒരു മാറ്റമില്ല, ഒരേ മാതിരി. എന്തിർപ്പാണ് ഇനിയിപ്പോ ഞാൻ കാട്ടിട്ട് മറക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. എന്നിട്ട് അയ്യോ എന്ത് പറയണേ, ഇതിങ്ങനെ പോകുമ്പോ നല്ല തണുപ്പാ. തണുപ്പൊന്നല്ല കേട്ടോ. അപ്പൊ ഗൈസ് ഊട്ടിക്ക് വരുന്നോട് പ്രത്യേകം വലിയൊരു കംപ്ലീറ്റ് തോടി സീന. ഞങ്ങളങ്ങനെ അക്ഷയ് സാറിന്റെ അപരനെ കണ്ടെത്തിയിട്ടുണ്ട്. കറക്റ്റ് അല്ലോ ഇതാ ആ നടത്തം വരെ അത് നടക്കണ നടത്തം വരെ ഇതാ. പായിടതാ എന്നാട്ടോ എന്താ ചിങ്ങ നടക്കണേ? ഞാനാണെങ്കി ആ പെരുന്നാക്കില് ഡ്രസ് ഇട്ടിട്ടാണ്. പെരുന്നാക്കിലിട്ട് തീരെ കട്ടില്ല, തണുത്തിട്ട് നിക്കണില്ല. സാധിക്കുന്നു ഗൈസേ, പെരും തണുപ്പാണ് ഇവിടെ. പാൻ്റാണെങ്കിലും തീരെ കട്ടില്ലാത്ത സമയം. മിന്നാസൊക്കെ തണുത്ത് ജിമ്മന്മാർ നടക്കണമാര് പഴക്കണേ. ഇതെന്താ കേട്ടോ അങ്ങനെ താരത്തി അങ്ങനെ കഴിച്ച് നമ്മളെ റൂമിലെത്താനായി. നമ്മളൊരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയതാണ്. ബാക്കിൽ എന്തൊക്കെ പറയുന്നുണ്ട് കാര്യമായിട്ടാ. ജന്മനെ എങ്ങനെയാണ്, പൊട്ടന്മാരാണ്. ചൂടുള്ള നമ്മൾ ഊട്ടിയില് നാളെയും പാടുണ്ട് ഊട്ടിയില്. അങ്ങനെ വരുന്നേ അപരനെ കണ്ടുപിടിച്ചോണ്ട് പ്രശ്നമില്ല.